ഭക്ഷണത്തിന് ശേഷം നേരെ പോയത് ബേർഡ് സാങ്ച്വറിയിലേക്കായിരുന്നു. കയറി ചെന്നപ്പോഴേ ഒരു ബേർഡ് വന്ന് എൻ്റെ കയ്യിലിരുന്നു. അതെനിക്കൊരു അഭിമാന നിമിഷമായിരുന്നു. ഏത് പിന്നെ കുറേ ആനിമൽസിനെ കണ്ടു. ചിലതിനെയൊക്കെ കയ്യിലെടുക്കാം. പിന്നെയും കൂട്ടത്തിലെ ധൈര്യശാലി. ഞാൻ പിന്നെ മറ്റുള്ളവർക്ക് അവസരം കൊടുത്തുകൊണ്ട് മാറി നിന്നു. പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ. എല്ലാവർക്കും ഹസ്കീനെ മതി. എൻ്റെ പൊന്ന് ഹസ്കി, നീ അറിയുന്നുണ്ടോ, നീയാണ് ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാം ട്രെൻഡ്. ഇവൻ്റെ മുഖത്തെന്താണ് ഒരു മ്ലാനത? അഴിച്ചുവിടാഞ്ഞിട്ടാണോ? പൂച്ച സാർ കൊടും ഭീകരൻ തന്നെ. ട്രെയിൻ യാത്ര കൊള്ളാമായിരുന്നു. കുറച്ചുകൂടെ ദൂരം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഫിഷിന് ഫുഡും കൊടുത്ത് ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റും കണ്ട് നേരെ പോയത് ആനിമൽ ഹസ്ബൻഡറിയിലേക്കായിരുന്നു. വെള്ളം തേക്കുന്ന മിഷൻ. ഇത് നമ്മുടെ കരുണാനിധിയുടെ കസിനല്ലേ? കണ്ണാടി എവിടെ കാണുന്നില്ലല്ലോ. ഇവിടെ നമുക്ക് ആർട്ടിഫിഷ്യൽ മിസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നിടത്തും ഇതുപോലെ സംഭാരവും വെള്ളവും ഒക്കെ ഉണ്ട്. ഞാനൊരു 6 ഗ്ലാസ് സംഭാരം കുടിച്ചിട്ടുണ്ടാവും. അമ്മാതിരി രുചിയായിരുന്നു. ATV ട്രൈ ചെയ്യാൻ അവസരമുണ്ടായിരുന്നു, പക്ഷേ അത് നമ്മുടെ പാക്കേജിലില്ലായിരുന്നുകൊണ്ട് അത് മാത്രം മിസ്സാക്കി. അപ്പോഴേക്കും മറ്റുള്ളവരെ ഗൈഡും ചെയ്തിട്ട് ഉച്ചഭക്ഷണം കഴിച്ച് സുട്ടു അവിടെ എത്തിച്ചേർന്നിരുന്നു. ഇനി ഞങ്ങളുടെ കൂടെയാണെന്ന് തോന്നുന്നു ബാക്കി സമയം. ഇവനെന്താ ആടിനെ ഉമ്മ വയ്ക്കുന്നു? എന്ത് ഭംഗിയായി ഇവന്മാരെ കാണാൻ. ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് തേന്മാവിൻ കുമ്പത്ത് എന്ന സിനിമയാണ്. കിലുക്കം സിനിമ ഓർമ്മ വന്നവരും ഉണ്ട്. ഇതൊരു ഒന്നൊന്നര ടാസ്ക് ആയിരുന്നു. സത്യം പറയാലോ, കിളി പോയി. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊന്ന് കിടക്കണമെന്ന്. അതങ്ങ് പൂർത്തിയാക്കി. എന്താ അല്ലേ? പിന്നെ കുറേ ആക്ടിവിറ്റീസ്. ക്രിക്കറ്റ് കളിക്കണോ? കളിക്കാം. അമ്പ് ചെയ്യണോ? ചെയ്യാം. ഫുട്ബോളും ബാസ്ക്കറ്റും ഷട്ടിലും കളിക്കണോ? കളിക്കാം. പിന്നെ എല്ലാവർക്കും ടാറ്റയും പറഞ്ഞ് കാപ്പി കുടിക്കാൻ പോയി. ബാറ്ററി തീരാറായ ഫോണിന് കുറച്ച് ചാർജും റെസ്റ്റും കൊടുത്തു. അതുകൊണ്ട് കാപ്പി കൂടി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാപ്പിക്ക് നല്ല ഒന്നാം തരം പഴംപൊരിയും കപ്പയും മുളകും ഉണ്ടായിരുന്നു. കാപ്പി വേണ്ടവർക്ക് കാപ്പിയും ചായ വേണ്ടവർക്ക് ചായയും. നല്ല രുചിയായിരുന്നതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് കാപ്പി കുടിച്ചു. ഇനി സ്വല്പം പഞ്ചഗുസ്തിയാകാം. ജയൻ സ്വിങ്ങിലെ ആദ്യത്തെ സ്വിങ്. ഞാനോർത്തു എൻ്റെ ഹാർട്ട് പറഞ്ഞു പോയത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 8-10 നക്ഷത്രവേലും എണ്ണിക്കാണും. നമ്മൾ അനുഭവിച്ച ഈ ഒരു അനുഭവം മറ്റുള്ളവർക്ക് കൂടി കിട്ടാൻ വേണ്ടി പരമാവധി എല്ലാവരെയും ഉന്തിത്തള്ളി അതിൽ കയറ്റി. എല്ലാവരും പേടിക്കുന്നത് കണ്ടപ്പോൾ ഒരു മനസ്സുഖം. പക്ഷേ ആദ്യത്തെ സ്വിങ് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇവരുടെ ഫാമിൽ നിന്ന് തന്നെയുള്ള നല്ല ഒറിജിനൽ പ്രൊഡക്ട്സ് കിട്ടും. ചെറുതേനും വൻതേനും ഗീയും കുക്കീസും അങ്ങനെ അങ്ങനെ അങ്ങനെ. ഞാൻ 1/2 കിലോ ഗീ മേടിച്ചു.